യൂട്യൂബ് ചാനൽ സെന്റ് ജോസഫ്സ് അക്കാഡമി കുറുമശ്ശേരി. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. സോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യും. മക്കളെ, എന്തായി പഠനം? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടില്ലേ, ഒരു 15 ക്വസ്റ്റ്യൻസ്. അതെല്ലാവരും ചെയ്ത് പഠിച്ചിരുന്നോ? നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവായിരിക്കും. പക്ഷെ നിങ്ങളത് തന്നെ എഴുതിയാലാണ് നിങ്ങൾക്ക് കാര്യമുള്ളൂ. എക്സാമിന് നിങ്ങൾ തന്നെയല്ലേ എഴുതണേ. അപ്പോൾ പ്രാക്ടീസ് വേണം. നല്ല രീതിയിൽ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ലിമിറ്റ്സിൽ ഒരു ക്വസ്റ്റ്യനാ. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ഇതൊരു ഇക്വേഷൻ ആണ്. ഇതിനെങ്ങനെ എഴുതാം? എൻ എ റൈസ് ടു എൻ മൈനസ് 1. ഓക്കെ, അതുപയോഗിച്ച് ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2. ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ്. സിമ്പിൾ ആയിട്ട് പറയാം. ഇതിനാദ്യം തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എക്സ് റൈസ് ടു 10 മൈനസ് 1024 മാറ്റി എഴുതണം. എങ്ങനെ മാറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ റൈസ് ടു ഈ നമ്പറിലേക്ക് ആക്കാൻ പറ്റണം. 2 റൈസ് ടു 10 1024 ആണോ? കാൽക്കുലേറ്റർ നോക്കി കഴിഞ്ഞാൽ കിട്ടും. 1024 2 റൈസ് ടു 10 ഡിവൈഡഡ് ബൈ, ഇവിടെയും ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 എക്സ് റൈസ് ടു 5 മൈനസ് 32 സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ? ഈ നമ്പർ റൈസ് ടു 5 എന്ന് കിട്ടണം. 2 റൈസ് ടു 5 എന്താ? 32 ആണ്. ഇനി ചെയ്യേണ്ടത് ഇതിന്റെ താഴെയും ഞാനൊരു എക്സ് മൈനസ് 2 ഇട്ടു. രണ്ട് സ്ഥലത്ത് എക്സ് മൈനസ് 2 ഇട്ടുണ്ട്. അത് മ്യൂച്വലി ക്യാൻസൽ പോണ ടൈമാണ്. അതൊന്നും നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യമില്ല. മുകളിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, താഴെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇവിടെ n എത്രയാ? 10, a എത്രയാ? 2. എന്തൊരു 10 into 2 raised to 9 n into a raised to n minus 1. താഴെയോ n ന് 5 കൊടുക്കാം, a ക്ക് 2 കൊടുക്കാം. 5 into 2 raised to 4. ഇത് വെട്ടിക്കളയുമ്പോൾ 2 വരും. 2 into 2 raised to 9 എന്ന് പറഞ്ഞാൽ 2 raised to 10. താഴെ എന്ത് വരും? 2 raised to 4. 2 raised to 10 എങ്ങനെ വന്നേ? a raised to m into a raised to n എന്താ? a raised to m plus n. അതുപോലെ തന്നെ ഇവിടെ എന്ത് വരും? 2 raised to 6 എന്ന് വരും. അതിന്റെ ഇക്വേഷൻ എന്താ? a raised to m by a raised to n എന്താ? a raised to m minus n. അപ്പോൾ ഇക്വേഷൻസ് നിങ്ങൾ ധാരണ ഉണ്ടായാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊരു 3 മാർക്കിന് ഇത്തവണ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത നോക്കിയേ, സെറ്റിലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഇന്റർവൽ റെപ്രസെന്റേഷൻ ഓഫ്. ഇന്റർവൽ എഴുതാൻ വളരെ സിമ്പിൾ ആണ്. ഈ സംഖ്യകൾ എഴുതാം. -2, 5. ലെസ് ദാൻ മാത്രമാണെങ്കിൽ ഓപ്പൺ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലോ ക്ലോസ്ഡ്. റൈറ്റ് ദി സബ്സെറ്റ് ഓഫ് എ ബി സി. എ ബി സിയുടെ സബ്സെറ്റ് എങ്ങനെ എഴുതാം? എ ബി സി, പിന്നെ രണ്ടെണ്ണത്തിന് പേർ ചെയ്യാം. എ ബി, എ സി, ബി സി, പിന്നെ 3 എണ്ണത്തിന് പേർ ചെയ്യാം. എ ബി സി, പിന്നെ നൾ സെറ്റ്. അങ്ങനെ 8 സബ്സെറ്റിൽ എലിമെന്റ്സ് ഉണ്ടാവും. അതെങ്ങനെ എലിമെന്റ്സ് കണ്ടുപിടിക്കണേ? ഇവിടെ 3 ആൾക്കാരല്ലേ? 2 raised to 3. 2 raised to 3 എന്താ? 8. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് ചോദിക്കാറുണ്ട് നമ്പർ ഓഫ് സബ്സെറ്റ് എത്രയാണ്. സി ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. If A and B are two sets such that A subset of B, A എന്നത് B യുടെ സബ്സെറ്റ് ആണ്. അതായത് എയിലെ എല്ലാ ആൾക്കാരും ബിയിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എ ഒരു ചെറിയ ആളാണെങ്കിൽ ബി എന്തായിരിക്കും? വലിയ ആളായിരിക്കും. മനസ്സിലായോ? എയിലെ എല്ലാ ആൾക്കാരും ബിയിലുണ്ട്. അപ്പോൾ എ ചെറുതും ബി വലുതുമാണ്. ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറയണേ? എ യൂണിയൻ ബി. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ആളായിരിക്കില്ലേ? അപ്പൊ ഉത്തരം എന്താ? ബി. ഇന്റർസെക്ഷൻ ആണെങ്കിലോ ചെറിയ ആള് എ ആയിരിക്കും ഉത്തരം. ഇതിന്റെ വെൻ ഡയഗ്രം വരയ്ക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതിന്റെ വെൻ ഡയഗ്രം എങ്ങനെയായിരിക്കും? ഇതിന്റെ വെൻ ഡയഗ്രം ഇങ്ങനെയാണ് വരയ്ക്കുക. ഇത് ബി, ഇത് എ. ഇവിടെ എന്താ പറയണേ? ബിയിൽ നിന്ന് എ കുറയ്ക്കാൻ. ബിയിൽ നിന്ന് എ കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഈ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യണം. മനസ്സിലായോ? ഇവിടെ നമുക്ക് ബി യൂണിയൻ എ വരയ്ക്കാൻ പറഞ്ഞല്ലോ. ഇത് മൊത്തത്തിൽ ഷെയ്ഡ് ചെയ്യണം. ബി ഇന്റർസെക്ഷൻ എ ചോദിക്കുകയാണെങ്കിലോ ഈ നടുക്കുള്ള ഷെയ്ഡ് ചെയ്യണം. ആ നടുക്കുള്ള ചെറിയ വട്ടം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത നോക്കിയേ, ഒരു വെൻ ഡയഗ്രം തന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. വെൻ ഡയഗ്രം തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് എ സെറ്റ് എ ഹാസ് 2 elements, then the number of subset. ഞാൻ നേരത്തെ പറഞ്ഞോളൂ. നമ്പർ ഓഫ് സബ്സെറ്റ് എന്താ? എലമെന്റിന്റെ എണ്ണം 2 raised to 8 ചെയ്യാം. എന്തൊരു 4 എന്ന് വരും. ഇനി നോക്കിയേ, വെൻ ഡയഗ്രം. ഇത് എ എന്ന സെറ്റും ഇത് ബി എന്ന സെറ്റും ആട്ടോ. വെൻ ഡയഗ്രം തന്നേക്കാണ്. നമ്പേഴ്സ് കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്? നമ്പേഴ്സ് വേണമെങ്കിൽ കൂടി എഴുതാം. 6, 7, 1, 4, 8, 3, 2, 5, 9. ഇങ്ങനെയാണ് നമ്പേഴ്സുകൾ തന്നേക്കണേ. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയണേ, റൈറ്റ് എ ആൻഡ് ബി ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എയിലുള്ള ആൾക്കാരൊക്കെ എഴുതാം. എ എന്ന വട്ടത്തിലുള്ള ആൾക്കാരൊക്കെ എടുത്ത് എഴുതി 1,
3 4 8. ബിയോ ബി എന്ന വട്ടത്തിലുള്ള ആൾക്കാർ 2 3 5. രണ്ടാം സബ് ക്വസ്റ്റ്യനോ വെരിഫൈ ദാറ്റ് എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ. അത് തന്നെ എ മൈനസ് ബി ചെയ്യാം. എ മൈനസ് ബി ചെയ്യണം എങ്ങനെയാ? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആൾക്കാരെ വെട്ടിക്കളയാം. ബാക്കി എയിൽ അവശേഷിക്കുന്ന ആളാണ് എ മൈനസ് ബി. എയിൽ അവശേഷിക്കുന്ന എ മൈനസ് ബി, ബിയിൽ അവശേഷിക്കുന്നത് ബി മൈനസ് എ. ഇവിടെയോ എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് ആരുണ്ട്? 3 ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നോക്കിയാലും മതി. എയിലും ബിയിലും കോമൺ ആയിട്ട് ആരുണ്ട്? 3. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി. ഈ സെറ്റിലുമുള്ള എല്ലാ ആൾക്കാരും സെറ്റിന്റെ ഉള്ളിൽ എഴുതണം. എല്ലാ ആൾക്കാരും എടുത്ത് എഴുതാം. എന്തൊരും 1 3 4 8. ഇതെന്തെന്ന് തെളിയിക്കണ്ടേ? എയിൽ വന്നേക്കണെന്ന് നോക്കിയേ 1 3 4 8 അല്ലേ? ഈക്വൽ ടു എന്ന് എഴുതാം. ഇതാണ് രണ്ടാം സബ് ക്വസ്റ്റ്യൻ ആൻസർ. മൂന്നാം സബ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബിയിൽ ആരാ വന്നാണ്? 3 ഒഴികെ ഈ സെറ്റിലുള്ള എല്ലാ ആൾക്കാരും എടുത്ത് എഴുതുക. എന്തൊരു 1 2 4 5 6 7 8 9. 3 ഒഴികെ എല്ലാ ആൾക്കാരും എടുത്ത് എഴുതിയാൽ എന്ത് കിട്ടും? എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ? നിങ്ങൾക്ക് എല്ലാ തവണയും സെറ്റിന്റെ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് സെറ്റ് എഴുതാനാണ് പറയാറ്. വേണമെങ്കിൽ വെൻ ഡയഗ്രം തന്നിട്ട് അതിൽ നിന്ന് സെറ്റ് രൂപീകരിക്കാനും ഇതുപോലെ അനുബന്ധിത ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റിലേഷൻ ആണ്. റിലേഷൻ എ എന്ന സെറ്റിൽ വന്നത് എന്താ? 1 2 3 4 5 4 6. ലെറ്റ് ആർ ബി എ റിലേഷൻ ഡിഫൈൻഡ് ബൈ, ശ്രദ്ധിച്ചു വായിക്കാം, എ കോമ ബി സച്ച് ദാറ്റ് എ കോമ ബി ബിലോങ്സ് ടു എന്താണ്? എ. ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ. ഇതിന്റെ അർത്ഥം എന്താ? ബി വച്ച് എ ഹരിക്കുമ്പോൾ റിമൈൻഡർ വരാൻ പാടില്ല. ഉദാഹരണം, ബി 4 ആണെങ്കിൽ എ എന്തൊക്കെ വരാം? 2 വരാം, 1 വരാം, 4 വരാം. 4/4 എന്താ? 1. 4/2 എന്താ? 2. 4/1 എന്താ? 4. അതായത് ബി എത്രയാണോ അതിനെ എ വെച്ച് ഹരിക്കുമ്പോൾ റിമൈൻഡർ വരാൻ പാടില്ല. എന്ത് കിട്ടണം? ഒരു ഉത്തരമായിട്ട് കിട്ടണം. നമുക്ക് നോക്കാം. ഞാൻ ബിയുടെ വാല്യൂ ആയിട്ട് എടുക്കണേ. ബി 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ എത്ര എടുക്കും? ഇതിനകത്ത് ബി 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ എത്ര എടുക്കാം? 1 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 1/1 എന്താ? 1. ഇനി ഞാൻ B2 എടുക്കുകയാണ്. B2 എടുക്കുകയാണെങ്കിൽ എന്ത് വരാം? അതായത് 2ന്റെ ടേബിളിൽ വരുന്ന വാല്യൂസ് ഇതിൽ നോക്കിയാൽ മതി. ഏതൊക്കെയാ? 1 വരാം, 2 വരാം. ഇനി ഞാൻ B3 എടുക്കുകയാണ്. B3 എടുക്കുമ്പോഴോ 3യുടെ ടേബിളിലുള്ള വാല്യൂസ് എടുത്ത് എഴുതിയാൽ മതി. ഏതൊക്കെയാ? 1 2 3. ഇനിയോ ബി ഞാൻ 4 എടുക്കുകയാണ്. 4ന്റെ ടേബിളിലുള്ള വാല്യൂസ് എടുത്ത് എഴുതിയാൽ മതി. ഏതൊക്കെയാ? 1 2 3 4. ഇനിയോ 6 എടുക്കുമ്പോഴോ ഒരു കാര്യം, 3 4ന്റെ ടേബിൾ ഇല്ല കേട്ടോ. സോറി, 3 4ന്റെ ടേബിൾ ഇല്ല. അതുപോലെ തന്നെ ഈ 2ഉം 2 3ഉം എഴുതാൻ പറ്റില്ല കേട്ടോ. അത് എഴുതിയുള്ള ഒരു മിസ്റ്റേക്ക് ഒന്നാണ്. ഇവിടെ 2 2 1 3 3 3 ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ 4 എടുക്കുമ്പോഴോ 1 4 2 4 4 4 ഉള്ളൂ. ഇനി 6 എടുക്കുമ്പോഴോ 6ന്റെ ടേബിളിൽ വരുന്ന വാല്യൂസ് ഏതൊക്കെയാ? 1 6 2 6 3 6 4 6 എടുക്കാൻ പറ്റുമോ? ഇല്ല, 6 6 എടുക്കാനേ പറ്റുള്ളൂ. ഇത്രയും എലമെന്റ്സ് ആണ് എന്ത് വരിക? ഈ സെറ്റിൽ വരിക, ഈ റിലേഷനിൽ വരിക. ഒന്നുകൂടി പറയാം. B1 എടുക്കുകയാണെങ്കിൽ എ എന്തെടുക്കണം? 1ന്റെ ടേബിളിലുള്ള ഒരു വാല്യൂ എടുക്കണം. ഇതിലുള്ളത് 1 എടുത്തു. B2 എടുക്കുമ്പോഴോ 2ന്റെ ടേബിളിലുള്ളത് 1 എടുക്കാം, 2 എടുക്കാം. 2 1 1 2 2 2. 3 എടുക്കുമ്പോഴോ 3ന്റെ ടേബിളിലുള്ള വാല്യൂസ് 3ന്റെ ടേബിളിലുള്ള 1ഉം 2 1ഉം 3ഉം 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 2 3 ഇല്ല കേട്ടോ. 4 എടുക്കുമ്പോഴോ 4ന്റെ ടേബിളിലുള്ള വാല്യൂസ് 1 4 2 4 4 4. 6 എടുക്കുമ്പോഴോ 6ന്റെ ടേബിളിലുള്ള വാല്യൂ ആയിരിക്കണം ആദ്യം തന്നെ. 1 6 2 6 3 6 4 6 6. ഇനി എ ക്വസ്റ്റ്യൻ കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ സെറ്റിലെ ആദ്യം വരുന്ന ആൾക്കാർ ഏതാ? 1 2 3 4 6. റിപ്പീറ്റേഷൻ പാടില്ല. റേഞ്ചോ രണ്ടാമത് വരുന്നത് 1 2 3 4 6. ഇവിടെയും റിപ്പീറ്റേഷൻ പാടില്ല. ഓക്കെ. സി ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദ്യം. കാണുമ്പോൾ തന്നെ അറിയാം 1ന് 1ൽ കൂടുതൽ ഇമേജ് വന്നിട്ടുണ്ട്, 2വിനും അതുപോലെ തന്നെ 1ൽ കൂടുതൽ ഇമേജ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതുകൊണ്ട് ഇത് എന്തല്ല ഇത് ഒരു
റിലേഷൻ അല്ല, ഫംഗ്ഷൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. റീസൺ എന്താ? സം എലമെന്റ് ഹാവിംഗ് മോർ ദാൻ വൺ ഇമേജ്. അത് എഴുതണം. ഒന്നിൽ കൂടുതൽ ഇമേജ് വരുമ്പോൾ അത് എന്താവില്ല, ഇത് എന്തായി മാറില്ല, ഒരു റിലേഷൻ, ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ സാധിക്കില്ല. ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എല്ലാ എലമെന്റ്സിനും ഒരൊറ്റ ഇമേജേ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ട് എങ്കിൽ ഇത് എന്താവില്ല, ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതും റിലേഷനിൽ നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യനാ. A question നോക്കിയേ. Ordered pair x plus 1 y minus 2 equal to 3,1. ഇതിന്റെ അർത്ഥം എന്താ? ഇത് ഈക്വൽ ടു ഇത് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3. അപ്പൊ എക്സ് എത്രയാ? 3 മൈനസ് 1 2. ഇത് ഈക്വൽ ടു ഇത് y മൈനസ് 2 ഈക്വൽ ടു 1. അപ്പൊ y ഈക്വൽ ടു എത്രയാ? 3. ഇതാണ് എ ക്വസ്റ്റ്യൻ ആൻസർ. ബി ക്വസ്റ്റ്യൻ നോക്കിയേ. എഫ് ഓഫ് എക്സ് എന്താണ്? എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ബൈ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12. ഇതിന്റെ ഡൊമൈൻ ആണ് ചോദിച്ചാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് കൊടുക്കുന്ന വാല്യൂ റേഞ്ച് ഓഫ് ഉത്തരമായി കിട്ടുന്നത്, അത്രയും ചിന്തിച്ചാൽ മതി. ഇവിടെ താഴെ എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. താഴെ 0 എന്ന നോട്ട് ഡിഫൈൻഡ് അല്ലേ? അപ്പോ താഴെ 0 വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. അതൊഴികെ ഏത് നമ്പറും നമുക്ക് ഇവിടെ എന്തായിട്ട് എടുക്കാം? ഡൊമൈൻ ആയിട്ട് എടുക്കാം. അപ്പൊ താഴെ 0 വരുന്ന നമ്പർ ഏതാ? കൂട്ടുമ്പോൾ 8 ഗുണിക്കുമ്പോൾ 12 കിട്ടുന്ന നമ്പർ ഏതാ? 6 2. 6 2 കൂട്ടുമ്പോൾ 8 അല്ലേ? 6 2 എത്രയാ? 12. അപ്പോൾ 6 2 ഒഴികെ ഏതൊരു നമ്പറും, അതായത് r മൈനസ് സെറ്റ് ഓഫ് 2,6, ഇങ്ങനെയാണ് ഇതിന്റെ ഉത്തരം എഴുതുക. പല കുട്ടികളും 2,6 എന്ന് എഴുതി വയ്ക്കും. അത് തെറ്റാണ്. അത് ഒഴികെ ഏത് നമ്പർ ആണെങ്കിലും നമുക്ക് ഇവിടെ എന്തെടുക്കാം? ഡൊമൈൻ ആയിട്ട് സ്വീകരിക്കാവുന്നതാണ്. ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കിയേ. പി ക്രോസ് പി ആണ് ചോദിച്ചത്. അങ്ങനെ പി ക്രോസ് പി കണ്ടുപിടിക്കണം. 1 2 ക്രോസ് 1 2. എങ്ങനെ ചെയ്യും? 1നെ ക്രോസ് ചെയ്യാം 1 1 1 2. പിന്നെ 2നെ ക്രോസ് ചെയ്യാം 2 1 2 2. ഇതാണ് പി ക്രോസ് പി. ഇനി പി ക്രോസ് പി ചെയ്യാം. അതിനുവേണ്ടിയോ ഈ കിട്ടിയ സെറ്റിനെ വീണ്ടും 1 2 ആയിട്ട് ക്രോസ് ചെയ്യാം. എന്തൊരും? അങ്ങനെ ഇവനെ പെയർ ചെയ്യാം. എന്തൊരും? 1 1 1 2 1 1 1 1 1 2. പിന്നെയോ ഇനി ഇവരെ പെയർ ചെയ്യാം 1 2 1 1 2 2. ഇനി ഇവരെ പെയർ ചെയ്യാം. എന്തൊരും? 2 1 1 2 1 2. ഇനിയോ ഇവനെ പെയർ ചെയ്യാം 2 2 1 2 2 2. അങ്ങനെ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 പേരുണ്ടാവണം. എ ക്രോസ് ബിയിൽ ഇവിടെ എയിൽ 2 എലമെന്റ് അല്ലേ? അല്ല, പിയിൽ 2 എലമെന്റ് അല്ലേ? പി ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടാവും? 4. പി ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടാവും? 4 × 2 8. ഒന്ന് ഓർമ്മയിൽപ്പെടുത്തുക. ഇതാണ് അതിന്റെ ഉത്തരം. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോംപ്ലക്സ് നമ്പർ ഇത് ഉറപ്പായിട്ടും എ പ്ലസ് ഐ ബിയിൽ എഴുതാനോ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് എഴുതാനായിരിക്കും ക്വസ്റ്റ്യൻ. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്, അത് ചോദിക്കാൻ സാധ്യത കുറവാ. എ പ്ലസ് ഐ ബിയിൽ എഴുതാൻ പറഞ്ഞാൽ ഇവിടെ നോക്കിയേ. 3 × 7 + 7i പ്ലസ് i × 7 + 7i എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കിത് ഇവിടെയും ഇവിടെ 7 + 7i കോമൺ അല്ലേ? 7 + 7i കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ബാക്കി ഇവിടെ നിന്നിട്ടുള്ള 3, ഇവിടെയോ i. ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തൊരു? 7 × 3 21 പ്ലസ് 7 × i 7i പ്ലസ് 3i × 7i × 3 21i പ്ലസ് 7i × i എന്താ? 7i². അല്ലെങ്കിൽ ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടിയാലും മതി. 2 രീതിയിൽ ചെയ്യാം. 21 പ്ലസ് 7i 21i കൂടി കൂട്ടുമ്പോൾ എത്രയാ? 28i. i² വാല്യൂ എന്താ? i² ബൈ ഹാർട്ട് അറിയണം. i² = -1, i³ = -i. മാറിപ്പോയത്. i² = -1 ഉം i³ = -i എന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്തൊരു? i² വാല്യൂ -1 ആണ്. അപ്പൊ എന്തൊരു? -7. ഉത്തരം എന്താ? 21 - 4. 21 ഇത് ചെയ്യുമ്പോൾ എന്തൊരും? 21 - 7 വരുമ്പോൾ എന്തൊരും? 14 + 28i. ഇതാണ് എ പ്ലസ് ഐ ബിയിൽ എഴുതുന്ന ആ ഒരു രൂപം വരിക. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയേ. i⁻9 പ്ലസ് i⁻99 പ്ലസ് i⁻999. നമുക്ക് ഇതൊന്നും ബൈ ഹാർട്ട് ഓർത്തിരിക്കാൻ പറ്റില്ല. ആകെ 3-4 വാല്യൂസ് മാത്രമേ ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. i², i³ i⁻4.
അപ്പോ ഇത്തരത്തിലൊരു വലിയ നമ്പർ വരുമ്പോൾ ആ നമ്പറിനെ 4 വെച്ച് ഹരിക്കുക. റിമൈൻഡർ അതേ വന്നെ നോക്കാം. 9 4 വെച്ച് ഹരിക്കുമ്പോൾ റിമൈൻഡർ എത്രയാ? 1. ഞാൻ I raised to 1 എഴുതി. 99 4 വെച്ച് ഹരിക്കുമ്പോൾ റിമൈൻഡർ എത്രയാ? 3. I cube എന്ന് എഴുതി. 999 ഇതുപോലെ 4 വെച്ച് ഹരിക്കുമ്പോൾ റിമൈൻഡർ എത്രയാ? 3. ഐയുടെ വാല്യൂ I എന്ന് എഴുതി. I cube എന്താ? -I. ഇവിടെ I cube എന്താ? -I. പ്ലസ് ഐ മൈനസ് ഐ വെട്ടിപ്പോയി, ബാക്കി എന്തൊരു -1. ഇത് A പ്ലസ് ഐ ബിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ A പ്ലസ് ഐ ബിൽ എഴുതുമ്പോൾ എന്തൊരു 0 പ്ലസ് -i. എപ്പോഴും എഴുതുക A പ്ലസ് ഐ ബിൽ എഴുതുമ്പോൾ A വേണം, B വേണം, I വേണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാ. മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് Z ഈക്വൽ ടു √5 പ്ലസ് 3i. Z ഇൻവേഴ്സ് ഈക്വൽ ടു ഇത് തലതിരിച്ച് എഴുതാം. √5 പ്ലസ് 3i ഇൻറ്റു ഇതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്പിൾ ചെയ്യാം. അതല്ല, വേറെ ഇക്വേഷൻ ഉണ്ട്. Z ഇൻവേഴ്സ് ഈക്വൽ ടു Z ബാർ ഡിവൈഡഡ് ബൈ മോഡ് Z സ്ക്വയർ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. 1 അത് എടുക്കുക, എന്നിട്ട് ഇതിന്റെ കോഞ്ചുഗേറ്റ് പ്ലസിന്റെ സ്ഥലത്ത് മൈനസ് ഇടുക, ഗുണിക്കുക മുകളിലും താഴെ. മുകളിൽ ഗുണിക്കുമ്പോൾ എന്തെങ്കിലും √5 മൈനസ് 3i. താഴെ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. A പ്ലസ് ഐ ബി ഇൻറ്റു A മൈനസ് ഐ ബി ചെയ്യുമ്പോൾ A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആവും. A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്താ? A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. A പ്ലസ് ഐ ബി ഇൻറ്റു A മൈനസ് ഐ ബി എന്താ? A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്തുവരും? √5 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. √5 മൈനസ് 3 അതുപോലെ തന്നെ എഴുതി. √5 സ്ക്വയർ എത്രയാ? 25 അല്ല 5. √3 സ്ക്വയർ എത്രയാ? 9. ഇത് ചെയ്യുമ്പോൾ എന്തുവരും? √5 മൈനസ് 3i ബൈ 14. ഇതാണ് എയുടെ ആൻസർ. ബി ക്വസ്റ്റ്യൻ നോക്കിയേ. 3 പ്ലസ് 2i ഡിവൈഡഡ് ബൈ 5 പ്ലസ് ഐനെ A പ്ലസ് ഐ ബിയിൽ എഴുതാൻ. നമ്മളൊരു കോംപ്ലക്സ് നമ്പർ എടുക്കുമ്പോൾ താഴെ I വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് A പ്ലസ് ഐ ബിയിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ A പ്ലസ് ഐ ബിയിൽ എഴുതണമെങ്കിൽ താഴെ I വരാമോ? അതിന് മുകളിലേക്ക് നമ്മൾ തട്ടണം. മുകളിലേക്ക് തട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ കോഞ്ചുഗേറ്റ് ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞോളൂ. താഴെ I വന്നിട്ട് 5 പ്ലസ് ഐയുടെ കോഞ്ചുഗേറ്റ് എന്താ? 5 മൈനസ് ഐ വെച്ചിട്ട് മുകളിലും താഴെയും മൾട്ടിപ്പിൾ ചെയ്യുക. ഇത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 5 15. 3 into minus i minus 3i. 2i into 5 10i. 2i into minus i minus 2i square. താഴെ A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി. A പ്ലസ് ഐ ബി ഇൻറ്റു A മൈനസ് ഐ ബി. A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. A എത്രയാ? 5 സ്ക്വയർ. ബി എത്രയാ? ഐയുടെ കൂടെ നമ്പർ ഒന്നും ഇല്ലെങ്കിൽ 1 ആയിട്ട് എടുക്കാം. 1 സ്ക്വയർ. ഇത് സിംപ്ലിഫൈ ചെയ്യാം. 15 മൈനസ് 3i പ്ലസ് 10i എന്താ? പ്ലസ് 7i മൈനസ് 2i സ്ക്വയർ. ഉത്തരം എന്തായിരിക്കും? പ്ലസ് 2. ഐ സ്ക്വയറിന്റെ വാല്യൂ -1 അല്ലേ? ഈ മൈനസ് കൂടി ചേരുമ്പോൾ എന്താവും? പ്ലസ് ആവും. 5ന്റെ സ്ക്വയർ 25, 1ന്റെ സ്ക്വയർ 26, 1ന്റെ സ്ക്വയർ 1, 2 കൂടി കൂട്ടുമ്പോൾ 26. 15ഉം 2ഉം കൂട്ടുമ്പോൾ 17 പ്ലസ് 7i. ഈ 26നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇതാണ് എന്ത്? അതിന്റെ A പ്ലസ് ഐ ബിയിലുള്ള ഫോർമാറ്റ്. ഓക്കെ, ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് 1 ആണ്, I അല്ല. ഇത് നോക്കിയേ. 1 by 6 factorial plus 1 by 7 factorial equal to x by 8 factorial. ഇതിന്റെ ഉത്തരം ഒറ്റയടിക്കാൻ പറയാം. ഇങ്ങനെ നിരയായിട്ട് പോകുന്ന കാര്യങ്ങളാണെങ്കിൽ ഉത്തരം വലിയ നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും. 8ന്റെ സ്ക്വയർ എന്താ? 64. അതെങ്ങനെ വന്നു എന്നും കൂടി കാണിക്കാം. ഇതിൽ ഏറ്റവും വലിയ നമ്പർ 8 അല്ലേ? എല്ലാ ടേമിനെയും 8 ഫാക്ടോറിയൽ വെച്ചിട്ട് ഗുണിക്കുക. മുകളിൽ 8 ഫാക്ടോറിയൽ എഴുതുക. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടുത്തെ 8 ഫാക്ടോറിയൽ വെട്ടിക്കളയാം. 8 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? 8 ഇൻറ്റു 7 ഇൻറ്റു താഴെ വന്നേക്കുന്നത് 6 അല്ലേ? 6 ഫാക്ടോറിയൽ എഴുതാം. ഈ 8നെ എങ്ങനെ എഴുതാം? 8 ഇൻറ്റു 7 ഫാക്ടോറിയൽ എഴുതാം. താഴെ 7 ഫാക്ടോറിയൽ ഉണ്ട്. ഇനി വെട്ടിക്കളയാം. ഇതിനെ വെട്ടാം. ഇതിനെ വെട്ടാം. 8 ഇൻറ്റു 7 56. 56 പ്ലസ് 8 എത്രയാ? 64. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 64. എ ക്വസ്റ്റ്യൻ ആൻസർ. നോക്കിയേ ബി ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 മാർക്കിന് ബി ക്വസ്റ്റ്യൻ മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു തവണ. എ ബാഗ് കണ്ടെയ്ൻസ് 5 blue and 6 white balls. Determine the number of ways in which 3 balls. ഇതിൽ നിന്ന് എത്ര ബോൾ എടുക്കണം? 3 ബോൾ എടുക്കണം. 3 ബ്ലാക്ക് ബോൾ എടുക്കണം. And 4 white balls can be selected. ശ്രദ്ധിക്കുക. 3 blue and 4 white എന്ന് പറയണേ. And എന്ന് കേൾക്കുമ്പോൾ ഇൻറ്റു, ഓർ എന്ന് കേൾക്കുമ്പോൾ പ്ലസ്.
ആൻഡ് എന്ന് കേൾക്കുമ്പോൾ ഇൻറ്റു, ഓർ എന്ന് കേൾക്കുമ്പോൾ പ്ലസ്. ഓർമ്മയിൽപ്പെടുത്തുക. 5 ബോൾ, ബ്ലാക്ക് ബോളിൽ നിന്ന് 3 ബ്ലാക്ക് ബോൾ എടുക്കണം. 5C3 ആൻഡ് ആയതുകൊണ്ട് ഇൻറ്റു. 6 വൈറ്റ് ബോളിൽ നിന്ന് 4 ബ്ലാക്ക്, അല്ല 6 വൈറ്റ് ബോളിൽ നിന്ന് 4 വൈറ്റ് ബോൾ എടുക്കണം. എന്തൊരും 6C4. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടും. അതാണ് ഉത്തരം. സി ക്വസ്റ്റ്യനോ, find the number of words that can be formed from the letters of the word commerce. മക്കളൊരു കാര്യം ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ആയിരിക്കാം, അതിന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തെറ്റി തരാം. ഉദാഹരണം മലയാളം അല്ലെങ്കിൽ മിസിസിപ്പി, അങ്ങനെ ഒരു വേർഡ് നമുക്ക് പരിചയമായ ഒരു വേർഡ് ആയിരിക്കാം, അതിന്റെ സ്പെല്ലിംഗ് ചിലപ്പോൾ തെറ്റിയിട്ടൊക്കെ തരും. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും സ്പെല്ലിംഗ് അറിയാൻ ശരിയാണ്, പക്ഷെ അതെടുത്ത് എഴുതരുത്. ക്വസ്റ്റ്യനിൽ തന്നേക്കണ വേർഡ് എന്താണോ അത് തന്നെ എടുത്ത് എഴുതാം. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. ഇങ്ങനെ എഴുതാം കൊമേഴ്സ്. ഇനി ഇതിൽ എത്ര ലെറ്റർ ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8. അത് എഴുതുക. ഡിവൈഡഡ് ബൈ, ഇതിൽ ആവർത്തിക്കുന്ന ആൾക്കാർ എം 2 തവണ 2 ഫാക്ടോറിയൽ. പിന്നെ ആരെങ്കിലും ആവർത്തിക്കണ്ടോ? ഉണ്ടല്ലോ. സി 2 തവണ, ഇ 2 തവണ. എന്തൊരും 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടും. അതെടുത്ത് എഴുതാൻ ആരും മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇവിടെ 52 ആണ്, 52 എന്നാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 cards ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്? 52 ചീട്ടിൽ നിന്ന് 4 ചീട്ട്. 52C4. ഇതാണ് ഫസ്റ്റിൽ തന്നെ ആൻസർ. ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഇൻ ഹൗ മെനി ഓഫ് ദീസ് 4 cards ഓഫ് ദി സെയിം സ്യൂട്ട്? സെയിം സ്യൂട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഒന്നുകിൽ 4 എണ്ണം സ്പേഡ് ആയിരിക്കണം, അല്ലെങ്കിൽ 4 എണ്ണം ഡയമണ്ട് ആയിരിക്കണം, അതും അല്ലെങ്കിൽ 4 എണ്ണം ക്ലാവർ ആയിരിക്കണം, അതും അല്ലെങ്കിൽ 4 എണ്ണം ആഡിനായിരിക്കണം, അല്ലെങ്കിൽ ഹാർട്ട് ആയിരിക്കണം. ഓക്കെ, ഇവിടെ ഓർ എന്ന കൺസെപ്റ്റ് ആണ്. ഒന്നുകിൽ 13 എണ്ണത്തിൽ 4 എണ്ണം സ്പേഡ് ഓർ പ്ലസ്, അല്ലെങ്കിൽ 13 എണ്ണത്തിൽ 4 എണ്ണം ക്ലാവർ, അല്ലെങ്കിൽ 13 എണ്ണത്തിൽ 4 എണ്ണം ഡയമണ്ട്, അതുമല്ല എങ്കിൽ 13 എണ്ണത്തിൽ 4 എണ്ണം ഹാർട്ട്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അത് മാറിപ്പോരുത്. ഇപ്പോ ഡിഫറൻസ് സ്യൂട്ട് ചോദിക്കുകയാണെങ്കിലോ അവിടെ ആൻഡ് ആണ് വരിക. ഞാൻ പറഞ്ഞുതരാം. ഡിഫറൻസ് സ്യൂട്ടിന്റെ അർത്ഥം എന്താ? 4 വ്യത്യസ്തമായ കാർഡായിരിക്കണം. ഒരെണ്ണം സ്പീഡ്, ഒരെണ്ണം ക്ലാവർ, ഒരെണ്ണം ആഡിൻ, ഒരെണ്ണം എന്താ ഡയമണ്ട്. അപ്പോൾ എന്തേ വരുള്ളൂ? ആൻഡേ വരുള്ളൂ. അപ്പോൾ എന്തൊരു 13C1 ഇൻറ്റു 13C1 ഇൻറ്റു 13C1 ഇൻറ്റു 13C1. അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് ബി ക്വസ്റ്റിലേക്ക് പോവാം. ബി ക്വസ്റ്റ് നോക്കിയാൽ ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരാം. ഒരു വേർഡ് ഇവിടെ തന്നിട്ടുണ്ട്, അസാസിനേഷൻ. ചെറിയ വാക്കാണല്ലോ അല്ലെ? ഇതുള്ള ഒരു വലിയൊരു 12 അല്ലെങ്കിൽ 10 ലെറ്ററുള്ള വീടുകളായിരിക്കും നിങ്ങൾക്ക് 2 or 3 മാർക്കിന് ചോദിക്കാം. ഇവിടെ എന്താ പറയുക? കൺസിഡർ ദി വേർഡ് അസാസിനേഷൻ. ഇതിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പെർമ്യൂട്ടേഷൻസ് ആർ ദേർ ഓഫ് ദി ലെറ്റേഴ്സ് ഓഫ് ദി ഗിവൺ വേർഡ്? ഇത് ഉപയോഗിച്ച് എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം, എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം വാക്കുകൾ? എത്ര ലെറ്റർ ഉണ്ട് നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 11 12 13. 13 ഫാക്ടോറിയൽ ബൈ. ഇതിൽ ആവർത്തിച്ച് വരുന്ന ആൾക്കാരെ താഴെ എഴുതുക. നേരത്തെ കൊമേഴ്സ് ചെയ്തപോലെ എസ് വരുന്നുണ്ട് 4 തവണ, പിന്നെയോ എ വരുന്നുണ്ട് 1 2 3 തവണ, പിന്നെയോ എൻ വരുന്നുണ്ട് 2 തവണ, പിന്നെയോ ഐ വരുന്നുണ്ട് 2 തവണ. ഇനി ആരെല്ലാം ആവർത്തിക്കുന്നുണ്ടോ? ഇല്ല. ഇതാണ് എ ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ ആയോ? നിങ്ങൾക്ക് കാൽക്കുലേറ്റർ അടിച്ച് ഉത്തരം കണ്ടെത്താം. ഞാനിപ്പോൾ അത് ഇത്ര എഴുതി നിർത്തുന്നുള്ളൂ. ഇനി ബി ക്വസ്റ്റ്യൻ, രണ്ടാം സബ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഡിഫറെന്റ് വേസ് ക്യാൻ ബി അറേഞ്ച്ഡ് സോ ദാറ്റ് 4s came together? ചിലപ്പോ ഇത് ഒരുമിച്ച് വരാമെന്നാണ് ഇവിടെ പറയുന്നത്. ചിലപ്പോൾ ഒരുമിച്ച് വരാൻ പാടില്ലാത്തതിന് സാധ്യതയല്ല, എണ്ണം ചോദിക്കാം. ഞാൻ ഈ വേർഡ് ഒന്ന് മാറ്റി എഴുതാണ്. 4 എസ്സുകളെ ഒരുമിച്ച് നിർത്തി ബാക്കിയുള്ള ലെറ്റർ ഇവിടെ എഴുതാണ്. ഏതൊക്കെയാ? എ, എ, ഐ, എൻ, എ, ടി, ഐ, ഒ, എൻ. ഇപ്പൊ ഇതിനകത്ത് എത്ര ലെറ്റർ ഉണ്ട്? എത്ര ലെറ്റർ ഉണ്ട് നോക്കിയേ. ഇതിനൊരു ലെറ്റർ ആയിട്ട് ഞാൻ മാറ്റി, ഒറ്റ ലെറ്റർ ആയിട്ട്. അത് ഒരുമിച്ചാണ്, എവിടെയായാലും അത് ഒരുമിച്ചാണ്. അപ്പൊ ഒറ്റ ലെറ്റർ ആയിട്ട് നമുക്ക് എഴുതാം. 1 2 3 4 5 6 7 8 9 10. മൊത്തത്തിലേ 10. 9 ലെറ്റർ എസ്സുകളെയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഒരാളാക്കി മാറ്റി. അപ്പൊ 10 ഫാക്ടോറിയൽ നിന്ന് ബൈ ഇതിൽ ആവർത്തിച്ച് വരുന്ന ആൾക്കാർ 3a 2n 2i ഇൻറ്റു ഇതിനെയും പെർമിറ്റ് ചെയ്യണം. ഇവിടെ സെയിം ലെറ്റർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
പക്ഷെ വേറെ വേറെ വീടുള്ളവരാണെങ്കിൽ നമുക്കത് പണിയാവും. അപ്പൊ അതും കൂടി നിങ്ങൾ ഒപ്പം എഴുതണം. ഇവിടെ 4 ലെറ്റർ ഉണ്ട്, ഡിവൈഡഡ് ബൈ അതിൽ 4 പേര് ആവർത്തിച്ച് ഇടുന്നുണ്ട്. അതും കൂടി ചെയ്യണം. ഇവിടെ ഇതിന് മാറ്റമൊന്നും വരാൻ പോല. പക്ഷെ ഇങ്ങനെയൊക്കെ വേണം വന്നേക്കണം. SSSI ആണ് വന്നേക്കണെങ്കിലോ എന്തൊരു 4 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ വരും. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് ഇല്ലേ? അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് 4 എസ്സുകൾ ഒരുമിച്ച് വരുന്നതിന്റെ ഉത്തരം. ഇത് വെട്ടിപ്പോവും, ഉണ്ടോന്ന് എഴുതണ്ട. ഇതാണ് 4 പേരും ഒരുമിച്ച് വരുന്നത്, 4 എസ്. അങ്ങനെയാണെങ്കിൽ 4 എസ് ഒരുമിച്ച് വരാണ്ടിരിക്കാനുള്ള എണ്ണം എത്രയായിരിക്കും? ടോട്ടലിങ് ഇത് കുറച്ചാ പോരെ? കുറച്ചാ മതി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനോ, ഹൗ മെനി ബിഗിൻസ് വിത്ത് എ? ബിഗിൻസ് വിത്ത് എ എന്ന് പറഞ്ഞാൽ 3 എ ഉണ്ട് ഇവിടെ, 3 എ. അതിൽ ഒരു ഏനെ ഞാൻ അവിടെ മാറ്റി. ആ ഒരു ഏനെ ഞാൻ ഇനി ഞാൻ നോക്കേണ്ട കാര്യം ഇനി അവിടെ ഇല്ല. കാരണം എന്താ? ഏതൊരു വാക്കെടുത്താലും അവനാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇവൻ നമ്മുടെ ലിസ്റ്റിൽ ഇനി ഇല്ല, ഇവൻ ഒഴിവാക്കപ്പെട്ടു. ബാക്കിയുള്ളവരെ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വന്നേക്കാം, ഈ എയും വന്നുകൂടെ? ഏതെങ്കിലും ഒരു എ വന്നാൽ പോരെ? അവനെ ഞാനവിടെ മാറ്റി നിർത്തി. ബാക്കി എത്ര ആൾക്കാരുണ്ട്? 12. ഇതിൽ എത്ര പേര് ആവർത്തിക്കുന്നുണ്ട്? 4 എസ്. 3 എ ഉണ്ടോ? ഒരേനെ നമ്മൾ മാറ്റി നിർത്തി, 2 എ. പിന്നെയോ 2 ഐ. ഇത്രയല്ലേ ഉള്ളൂ. ഇതാണ് എന്ത്? ഇതിന്റെ ആൻസർ ആണോ? പിന്നെ പറഞ്ഞല്ലോ, പിന്നെ ഒരാൾ കൂടി ഉണ്ടല്ലോ. ആരാ പിന്നെ രണ്ടാളുള്ളത്? എൻ 2 പേര് കൂടി ഉണ്ട്, അതും കൂടി എഴുതണം. 12 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താണ് ഉത്തരം കിട്ടുന്നത്? അതായിരിക്കും എന്ത്? നിങ്ങളുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ഇത് ഓക്കെയാണോ? ഇതൊന്ന് പഠിച്ചോ. ചിലപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ 4S സ്ഥാനത്ത് വവ്വൽസ് ചോദിക്കാം കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ തന്നെ. അപ്പോ വവ്വൽസിന്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മളൊന്ന് നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്ട്രെയിറ്റ് ലൈൻസ് L1 L2 2 ലൈൻസ് എന്നേക്കാണ്. അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് തന്നെ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് L1. ഇതാണ് L1. L1ന്റെ 2 പോയിന്റ് ആണ് തന്നെ. 1 - 1 3 - 2. L2ന്റെ പോയിന്റ് ആണ് 2 4 എന്ന് തന്നെ. ഈ പോയിന്റ് ആയിട്ട് തന്നെ. ഈ പോയിന്റ് ഇത്, ഈ പോയിന്റ് ഇത്. ഞാൻ ആദ്യം തന്നെ L1ന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോണ്. M1 എന്താ? ഇക്വേഷൻ എന്താ? y2 - y1 ബൈ x2 - x1. ഫസ്റ്റ് പോയിന്റ് ആയതുകൊണ്ട് ഇതിന് x1 എന്നും y1 എന്നും പേര് കൊടുത്തു. ഇതിന് x2 എന്നും y2 എന്നും പേര് കൊടുത്തു. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2 - -1 ബൈ 3 - 1 എന്തൊരു 3/2. ഫസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ത് കിട്ടി? 3/2. ഇതിന്റെ സ്ലോപ്പ് എന്താ? 3/2. അങ്ങനെയെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? -2/3. അതെങ്ങനെ കിട്ടിയേ? 3/2. പെർപെൻഡിക്കുലർ ലൈൻസിന്റെ സ്ലോപ്പിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. 3/2നെ തല തിരിക്കുക, എന്നിട്ട് ഒരു മൈനസ് ഇടാം, ഓപ്പോസിറ്റ് സൈൻ ഇടാം. 3/2 തല തിരിക്കുമ്പോൾ എന്താ? 2/3. ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ എന്താവും? -2/3. ഇനി ഞാൻ ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ ഓഫ് L1. ഒരു ലൈൻ ഇക്വേഷൻ എന്താ? y2 - y1. y2 - y1 എന്നല്ല, y - y1 ഈക്വൽ ടു m ഇൻറ്റു x - x1. y - y1 ഈക്വൽ ടു m ഇൻറ്റു x - x1. വൈയുടെ സ്ഥാനത്ത് y തന്നെ എഴുതാം. y1ന്റെ സ്ഥാനത്തോ നമ്മളിവിടെ എടുത്താണ്. y1 എത്രയാ? -1. m എത്രയാ? 3/2. x - x1 എത്രയാ? x1 1. ഇനി ഈ 2 പ്രതി കൊടുക്കാം. ഇവിടെ y പ്ലസ് ഉണ്ടാവില്ലേ? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും 2y + 2 ഈക്വൽ ടു ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 3x - 3. ഇനി എക്സിനെ മൈനസ് ഒരുമിച്ചാക്കാം. 3x - 3 ഇവിടെ എഴുതി. ഈ 2y ഇപ്പുറത്ത് വരുമ്പോൾ എന്തോ -2y + 2 ഇപ്പുറത്ത് വരുമ്പോൾ എന്തോ -2 ഈക്വൽ ടു 0. ഇത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? 3x - 2y - 5 ഈക്വൽ ടു 0. ഇതാണ് ഫസ്റ്റ് ലൈനിന്റെ ഇക്വേഷൻ. അതാണ് എ ക്വസ്റ്റ്യൻ ആൻസർ. ബി ക്വസ്റ്റ്യൻ എന്താ? സ്ലോപ്പ് ഓഫ് ലൈൻ 2. അത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് -2/3. ഇനി ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് L2. ശ്രദ്ധിക്കുക, ഈ വരയുടെ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? ഇവനെയും ഇന്റർചേഞ്ച് ചെയ്യാം. ഈ സൈൻ എന്താകാ? ഓപ്പോസിറ്റ് ആകാം. അപ്പോൾ എന്ത് വരും? 2x + 3y + k = 0 എന്ന് എഴുതാം. ഇക്വേഷൻ എന്ത് വരും? പാരലൽ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്രയും ടൈം ഈക്വൽ ആയിരിക്കുന്നത്. ഇവിടെ എന്താ? ഈ കോഎഫിഷ്യന്റുകൾ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതാം. നടുക്ക് വരുന്ന സൈനോ ഓപ്പോസിറ്റ് ആകാം. അപ്പോൾ എന്ത് തോന്നുന്നു? 2x + 3y + k = 0. ഈ വര 2 4 എന്ന പോയിന്റിലൂടെ കടന്നു പോകണേ. അപ്പൊ x-ന് 2 ഉം y-ക്ക് 4 ഉം കൊടുക്കാം. എന്തൊരു 2 × 2 + 3 × 4 + k = 0. 4 +
12 പ്ലസ് കെ ഈക്വൽ ടു 0. കെ എന്തൊരു 4 പ്ലസ് 12 16. അത് ഇപ്പുറത്ത് പോകുമ്പോൾ -16. അപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ എന്തായി? 2x പ്ലസ് 3y മൈനസ് 16 ഈക്വൽ ടു 0. മറ്റൊരു രീതിയിൽ കൂടി ചെയ്യാം. എങ്ങനെയാണ് ഈ ഇക്വേഷൻ എഴുതുന്നത്? സ്ലോപ്പും അറിയാം, പോയിന്റും അറിയാം. പോയിന്റ് സ്ലോപ്പ് ഫോർമുല ഉപയോഗിച്ചാലും മതി. y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. അത് കമ്പാരിറ്റീവ്ലി ഇതിനേക്കാൾ സ്റ്റെപ്പ് കൂടുതലായിരിക്കും. ഇതൊരു 6 മാർക്കിന്റെ ചോദിക്കാവുന്ന ചോദ്യമാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നിങ്ങൾ ഇതൊക്കെ എഴുതിയെടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെ എഴുതി എഴുതാം, അല്ലെങ്കിൽ ഞാൻ എഴുതി പോകുന്നതോടൊപ്പം തന്നെ പോവാം. എഴുതി പോകുന്നതോടൊപ്പം തന്നെ പോവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് വേണം എഴുതാൻ. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? Find the angle between the lines √3x plus y equal to 1 and x plus √3y equal to 1. രണ്ട് ലൈൻ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതണം. tan θ equal to modulus m2 minus m1 by 1 plus m1 m2. ശ്രദ്ധിക്കുക, ഇവിടെ √3, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ √3. ആംഗിൾ 30 ആയിരിക്കും. നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -a/b. എ എത്രയാ? √3. ബി എത്രയാ? 1. ഇപ്പൊ എന്തൊരു -√3/1, അതായത് -√3. രണ്ടാമത്തെ ലൈൻ്റെയോ സെയിം ഫോർമുല -a/b. എ എത്ര ഇവിടെ? 1. ബി എത്രയാ? √3. -1/√3. രണ്ട് ലൈൻ്റെയും സ്ലോപ്പ് കിട്ടി. വെറുതെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. എന്തൊരു m2 എത്രയാ? -1/√3 -m1. രണ്ട് മൈനസ് ഒരുമിച്ച് വരും. ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 ഇൻറ്റു m2. മോഡുലസ് ക്ലോസ് ചെയ്യാം. എന്തൊരു -1/√3 പ്ലസ് √3 ഡിവൈഡഡ് ബൈ ഇതൊന്ന് വെട്ടിപ്പോവും, 1 പ്ലസ് 1 എന്ന് വരും. ഓക്കെ, അടുത്തത് എന്താ? ഈക്വൽ ടു ഇന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. മോഡുലസ് ഓഫ് -1 പ്ലസ് √3 √3 എന്താ? 3 ഡിവൈഡഡ് ബൈ √3 ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 എന്താ? 2. അടുത്ത സ്റ്റെപ്പിൽ -1 പ്ലസ് 3 എന്താ? 2. 2/√3/2. ഇതൊന്ന് വെട്ടിക്കളയാം. tan θ എന്തോന്നു? 1/√3. tan ഏത് ആംഗിളാ 1/√3 വരാ? 30 ഡിഗ്രി. √3 ആണെങ്കിലോ 60 ഡിഗ്രി. ശ്രദ്ധിക്കുക, ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി എഴുതണം. ആംഗിൾസ് 30 ആവാം, 150 ആവാം. 150 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം വേറെ ഒന്നുമില്ല. രണ്ട് ലൈൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല വരാം. ഇതും ആ രണ്ട് വരകൾക്കിടയിലുള്ള ആംഗിൾ തന്നെ. ഇത് 30 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എത്രയായിരിക്കും? 150 എഴുതാം, കാരണം അതും ആ രണ്ട് വരകൾക്കിടയിലുള്ള കോൺ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ. 2x minus y minus 6 equal to 0. Find the x and y intercept. ശ്രദ്ധിക്കുക, ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കണം എങ്ങനെയാ? ഇപ്പൊ കാണിച്ചു. എങ്ങനെ? -a/b. എക്സ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ -c/a, y ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ -c/b. ശ്രദ്ധിക്കുക, c എത്രയാ? -6. രണ്ട് മൈനസ് വരും. a എത്രയാ? 2. എത്ര വരും? 6/2 3. ഇവിടെ എന്ത് വരും? -c/b എന്ന് വരില്ലേ? c എത്രയാ? -6. ഇവിടെ രണ്ട് മൈനസ് വരും. b എത്രയാ? -1. ഉത്തരം എന്താ? -6. ശ്രദ്ധിക്കുക, ഈ ടേമാണ് എ, ഈ ടേമാണ് ബി, ഈ ടേമാണ് സി. അതിന്റെ ചിഹ്നങ്ങൾ കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. പ്ലസ് വരേണ്ടടുത്ത് പ്ലസ്, മൈനസ് വരേണ്ടടുത്ത് മൈനസ്. ഓക്കെ, ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക്, ഇതിന് 3 മാർക്ക്, ഇതിന് 3 മാർക്ക്, അങ്ങനെ രണ്ടും 3 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എലിപ്സ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എലിപ്സ്. ആ നിരത്തിന്റെ ആക്സിസുകൾ തിരിച്ചറിയാം. x² / 4 + y² / 25 ഈക്വൽ ടു 1. എക്സിന്റെ താഴെ ചെറിയ നമ്പർ വന്നാൽ ഫോസിയൊക്കെ ഇവിടെ വരും, y ആക്സിസിൽ വരും. അത്ര ഓർത്തിരിക്കാം. അപ്പോ ഫോസി എന്തായിരിക്കും? 0 ± c. വെർട്ടിസസോ 0 ± a. ഓക്കെ, അത് മാറിപ്പോരുത്. എക്സിന്റെ താഴെ വരുന്നതിന്റെ റൂട്ട് വാല്യൂ ആണ് a. y അല്ല, എക്സിന്റെ താഴെ വരുന്നതല്ല, വലിയ വാല്യൂ ആണ് a. എത്ര? 5. a ഇവിടെ a ആയിരിക്കും ഇവിടെ വലുത്. എക്സിന്റെ താഴെ വരണം നിർബന്ധമില്ല. എക്സിന്റെ താഴെ ചെറിയ നമ്പർ വരാണെങ്കിൽ ഫോസിയൊക്കെ y ആക്സിസിലാണ് വരുന്നതെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോ ഇവിടെ a എത്രയാ? 5. b എത്രയാ? 2. c കണ്ടുപിടിക്കാൻ ഇവിടെ a ആണ് ഏറ്റവും വലുത്. c കണ്ടുപിടിക്കാൻ നേരത്തെ ഒരു കോഡ് പറഞ്ഞു.
25 4 കുറയ്ക്കുക, എന്നിട്ട് റൂട്ടിന്റെ ഉള്ളിൽ കൂട്ടിച്ചേർക്കുക. അപ്പോ ഫോസി എന്താ? എ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? +or-0 +or- √21. വെർട്ടിസസോ 0 +or- a എത്രയാ? 5. സി ക്വസ്റ്റ്യൻ എന്താ? മേജർ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2a, മൈനർ ആക്സിസ് എന്ന് പറഞ്ഞാലോ 2b. എത്രയാ? 5. അപ്പൊ 2 × 5 എത്രയാ? 10. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എക്സെൻട്രിസിറ്റി c/a എന്താ? √21/5. ഇവിടെ എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ ലെസ് ദാൻ യൂണിറ്റി ആയിരിക്കും, അതായത് 1 ചെറുത്. ഓക്കെ, ഇവിടെ ഒരാളും കൂടി വേണമെങ്കിൽ ചോദിക്കാം ലാറ്റസ് റെക്റ്റത്തിന്റെ ഇക്വേഷൻ എന്താ? 2b²/a ആണെന്ന് ഓർമ്മപ്പെടുത്തുക. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞത്. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ഇവിടെ എന്താണ്? വെർട്ടിസസ് +or-20, ഫോസി +or-30. ആക്സിസ് ഏതാ? എക്സ് ആക്സിസിലല്ലോ തന്നെ, കാരണം ആദ്യം പോയിന്റ് എന്തെങ്കിലും. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? x²/a² - y²/b² = 1. വെർട്ടിസിൽ തരുന്ന ആള് a ആണ്, എത്രയാ? 2. ഫോസിൽ തരുന്ന ആള് c ആണ്, എത്രയാ? c 3. ഇവിടെ b എന്തായിരിക്കും? c-നേക്കാൾ ചെറുത്. 3² - 2² ചെയ്താൽ മതി. എന്തൊരും? 9 - 2² √5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x²/a² എത്രയാ? 2² എന്ന് പറയുമ്പോൾ 4. y²/b² √5 എന്താ? 5. ഇത്ര എഴുതി കഴിഞ്ഞാൽ എ ക്വസ്റ്റ്യന്റെ 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ബി ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സർക്കിള്. ഒരു സർക്കിള് എന്താണ്? സെന്റർ എന്താണ്? 2,2. പാസിംഗ് ത്രൂ ദി പോയിന്റ് വന്നിട്ടുണ്ട് 4,5. നമുക്ക് സർക്കിളിന്റെ സെന്ററും റേഡിയസും ആണ് വേണ്ടത്. സെന്റർ ഓക്കെ, റേഡിയസ് കണ്ടുപിടിക്കാൻ ഒരു സൂചന തന്നിട്ടുണ്ട്. എന്താണ് ആ സൂചന? ഇതിന്റെ പാസിംഗ് ത്രൂ ദി പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഫോർമുല √x2 - x1 2 4 - 2 2 എന്ന് പറഞ്ഞാൽ 2², y2 - y1 2 5 - 2 എന്ന് പറഞ്ഞാൽ 3². എന്ത് വരും? √13 എന്ന് വരും. 9 + 4 √13. ഇനി ഇക്വേഷൻ സർക്കിൾ രണ്ട് രീതിയിൽ എഴുതാം. x - a² + y - b² = r². പക്ഷെ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പാൻഷൻ വരും. a - b² a + b² ഒക്കെ. ഞാൻ ആ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷമുള്ള ഇക്വേഷൻ എഴുതാം. ഇത്തിരി ലെങ്തി ആണ്, പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് ഉത്തരം കിട്ടും. x² + y² - 2ax - 2by + a² + b² - r² = 0. ഇക്വേഷൻ ലെങ്തി ആണ്, മറ്റു ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. ഇത്രയും ഞാൻ അതുകൂടി ഇവിടെ എഴുതാം. x - a² + y - b² = r². ഇവിടെ ചെയ്താലുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്പാൻഷൻ വരും. a - b² a + b² പലരും തെറ്റിക്കും. ഇവിടെ a എന്ന് പറയുന്നത് ഇത്, b എന്ന് പറയുന്നത് ഇത്, r എത്രയാ? √13. ഞാൻ ദേ ഈ ടേമിനെ ആദ്യം കണ്ടുപിടിക്കാണ്. ഈ ടേം എന്താ? a² + b² - r². എന്ത് വരും? 2² + 2² - √13². 2² 4 2² 4 8 √13² 13. 8 ന്ന് 13 പറയുമ്പോൾ എത്രയാ? -5. അത് ഇവിടെ കൊണ്ടു കൊടുക്കാം. x² + y² - 2as എത്രയാ? 2 2 × 2 4 4x. b എത്രയാ? അതും 2 2 × 2 4y + a² + b² - r² വാല്യൂ എന്താ? -5 = 0. ഇതാണ് എന്ത്? ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് സർക്കിൾ ഇക്വേഷൻ. അപ്പോ ഇതും ചോദിക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിക്കാം, 3D ആണ്. 3D. എ പോയിന്റ് ഇൻ വിച്ച് xz പ്ലെയിൻ ഈസ്, ഇവിടെ ഒരു കൂടെ എഴുതിക്കോട്ടാ. xz പ്ലെയിനിൽ ആര് 0 ആയിരിക്കും? y 0 ആയിരിക്കും. xz y ഇല്ലല്ലോ. y എന്ന് പറഞ്ഞ രണ്ടാമത് വരുന്ന ആള് 0 തന്നെ. ഏതാ? ഇതാണ് ഉത്തരം. ഇനി ശ്രദ്ധിച്ചേ, വെരിഫൈ ദാറ്റ് 3 പോയിന്റ് എന്നേക്കാം. എ ബി സി ആർ ദി വെർട്ടിസസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ. മട്ട ത്രികോണത്തിന്റെ വശങ്ങളാണ് തെളിയിക്കാൻ പറഞ്ഞാൽ എന്താ? 3 ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ 3 ഡിസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ചെറിയ 2 ഡിസ്റ്റൻസുകളുടെ സ്ക്വയർ കൂട്ടുമ്പോൾ വലുതിന്റെ സ്ക്വയർ കിട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. ഞാൻ അങ്ങനെ ഡിസ്റ്റൻസ് ഫോർമുല ഇവിടെ ഒരു തവണ എഴുതാണ്. നിങ്ങൾ എപ്പോഴും ഡിസ്റ്റൻസ് ഫോർമുല എഴുതണ്ട. x2 - x1 the whole square plus y2 - y1 the whole square plus z2 - z1 the whole square എന്നാണ്
എന്ത് ഡിസ്റ്റൻസ് ഫോർമുല വരിക. ഞാൻ ആദ്യം തന്നെ എ ബി എടുക്കുകയാണ്. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാണ്ട് തന്നെ ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. എയിലെയും ബിയിലെയും ആദ്യത്തെ പോയിന്റ് എടുക്കുക. സെയിം സൈൻ ആണെങ്കിൽ കുറച്ചിട്ട് സ്ക്വയർ ചെയ്യാം. സെയിം സൈൻ ആണെങ്കിൽ കുറച്ചിട്ട് സ്ക്വയർ ചെയ്യാം. ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിലോ കൂട്ടിയിട്ട് സ്ക്വയർ ചെയ്യാം. 0യും -1. -1ന്റെ സ്ക്വയർ എന്താ 1 പ്ലസ് 7ഉം 6ഉം. 7ഉം 6ഉം എന്താ സെയിം സൈൻ അല്ലേ? 7 പോസിറ്റീവ് 6ഉം പോസിറ്റീവ്. അപ്പോൾ എന്ത് എഴുതണം? കുറച്ചിട്ട് സ്ക്വയർ എഴുതാം. 7 - 6 1. 1ന്റെ സ്ക്വയർ എന്താ 1. 10ഉം 6ഉം സെയിം സൈൻ അല്ലേ? 10ന് 6 കുറയ്ക്കുമ്പോൾ എത്രയാ 4. 4ന്റെ സ്ക്വയർ എത്രയാ 16. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എന്ത് വരും? √18. ഇനി ഇതുപോലെ അടുത്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എ സി. എയും സിയോടെ നോക്കണ്ടേ? 0യും -4ഉം. 0 കൺസിഡർ ചെയ്യുമ്പോൾ ആ നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ മതി. 16 വരും പ്ലസ് 7ഉം 9ഉം സെയിം സൈൻ അല്ലേ? 9ഉം 7ഉം ഡിഫറൻസ് എത്രയാ 2. 2ന്റെ സ്ക്വയർ എത്രയാ 4. അടുത്തത് 10ഉം 6ഉം സെയിം സൈൻ അല്ലേ? 10ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ 4. 4ന്റെ സ്ക്വയർ എത്രയാ 16. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 36. √36 എത്രയാ? 3 കൂടി കൂട്ടുമ്പോൾ √36 6 കിട്ടി. ഇനി ലാസ്റ്റ് അളവായ ബി സി കണ്ടുപിടിക്കാം. ബി സി കണ്ടുപിടിക്കും ഇതേ രീതിയിൽ തന്നെ. എങ്ങനെ? ബിയും സിയും എടുക്കാം. സെയിം സൈൻ വരാണെങ്കിൽ എന്ത് ചെയ്യണം? സെയിം സൈൻ വരാണെങ്കിൽ കുറച്ചിട്ട് സ്ക്വയർ ചെയ്യാം. ഓപ്പോസിറ്റ് സൈൻ വരാണെങ്കിലോ കൂട്ടിയിട്ട് സ്ക്വയർ ചെയ്യാം. ഇവിടെ -1ഉം -4ഉം സെയിം സൈൻ അല്ലേ? 4ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. 4ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ 3. 3യുടെ സ്ക്വയർ എത്രയാ 9. 9ഉം 6ഉം സെയിം സൈൻ അല്ലേ? 9ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ 3. 3ന്റെ സ്ക്വയർ എത്രയാ 9. 6ഉം 6ഉം സെയിം സൈൻ വിത്ത് സെയിം നമ്പർ വരുമ്പോൾ എന്തായിരിക്കും 0. √18. ഇതിൽ ചെറിയ രണ്ടളവുകൾ √18കളാണ്. നമുക്ക് ആ രണ്ട് ചെറിയ അളവുകളുടെ സ്ക്വയർ എത്രയാന്ന് നോക്കാം. √18ന്റെ സ്ക്വയറും √18ന്റെ സ്ക്വയറും കൂടി കൂട്ടുമ്പോൾ എന്തുവരും? 18 + 18 36. 36 നമുക്ക് 6 സ്ക്വയർ ചെയ്താൽ പാടില്ലേ? ചുരുക്കി പറഞ്ഞത്രേ ഉള്ളൂ. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ എന്ന് എഴുതാൻ സാധിച്ചു. ഇതല്ലേ പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരണം? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ വരണം. അങ്ങനെ വരികയാണെങ്കിൽ അതെന്ത് ട്രയാങ്കിളാ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അവസാനം അതും കൂടി എഴുതണം. നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 30ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദി ഒക്ടന്റ്. ഒക്ടന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പല മെത്തേഡുകളുണ്ട്. അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡായിട്ട് ഞാൻ ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ഇത്തിരി സമയം എടുക്കും, പക്ഷെ നിങ്ങൾക്ക് ഒരു കാരണവശാലും തെറ്റില്ല. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഏത് ക്വാർട്ടറും ഏതൊക്കെ ഒക്ടന്റിലാണ് പോസിറ്റീവ്, വൈ ഏതൊക്കെയാണ്, ഇസഡ് ഏതൊക്കെയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ടേബിൾ ഉണ്ട്. പലർക്കും അത് മൈൻഡിൽ തെളിയും, പക്ഷെ മൈൻഡിൽ തെളിയാത്ത പല കുട്ടികളുണ്ട്. അത് ഞാൻ മൈൻഡിൽ തെളിയിച്ചു തരാം. എക്സ് പോസിറ്റീവ് വരുന്നത് 1458 ഓർത്തിരിക്കാം. 1458 1 4 5 8. ഇവിടെ എക്സ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോ എക്സ് പോസിറ്റീവ് അല്ലാത്ത ആൾക്കാരായിരിക്കുക. എക്സ് പോസിറ്റീവ് അല്ലാത്ത ഏതൊക്കെയാ? എക്സ് പോസിറ്റീവ് അല്ലാത്ത ഏതൊക്കെയായിരിക്കും? ബാക്കി ആൾക്കാരായിരിക്കുക 1ഉം 5ഉം 1 4 5 8 വഴി വരുന്നതായിരിക്കുക 2 3 6 7. ഇനി വൈ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 1 ഉണ്ട്. ഇനി ഈ 3 നമ്പറുകൾ കഴിഞ്ഞുള്ള നമ്പർ എഴുതാം. 1 കഴിഞ്ഞുള്ള നമ്പർ ഏതാ? 2. 4 കഴിഞ്ഞതാ 5. 5 കഴിഞ്ഞതാ 6. 1 2 5 8. അപ്പോ ഇതിനകത്ത് വരാത്ത നമ്പറുകൾ ഏതൊക്കെയാ? 3 4 7 8. ഇസഡിന്റെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 1 2 3 4 5 6 7 8. ഇങ്ങനെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് പോയിന്റ് നോക്കി, ഇത് ഏത് ഒക്ടന്റിൽ വന്നു എന്നാണ്. എക്സ് എന്താ? മൈനസ്. എക്സ് മൈനസ് വരുന്നത് എവിടെയാ? മൈനസ് ഇവിടെ. അതായത് ഈ 4 ഒക്ടന്റിൽ ഏതെങ്കിലും ഒക്ടന്റ് ആവാം. 2 ആവാം, 3 ആവാം, 6 ആവാം, 7 ആവാം. ഇനി വൈയും നെഗറ്റീവ്. ഈ 2 എണ്ണത്തിൽ ഉള്ള ഏതെങ്കിലും ഒരാളാവാം. ഇപ്പൊ 2 പേരും കൂടി എലിമിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതിൽ 2ലും കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട്? 3 ഉണ്ട്, 7 ഉണ്ട്. ഒന്നെങ്കിൽ 3ാമത്തെ ഒക്ടന്റ് അല്ലെങ്കിലോ 7ാമത്തെ ഒക്ടന്റ്. പക്ഷെ നമുക്കത് ഫൈനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് 3ാമത്തെ പോയിന്റ് നോക്കാം. 4 എന്താ? പോസിറ്റീവ്. ഈ 3 പേരിലും കോമൺ ആയിട്ട് ആരുള്ളേ? ഈ 3 പേരിലും കോമൺ ആയിട്ട് ആരുണ്ട്? തേർഡ് ഒക്ടന്റ്. ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു പോയിന്റ് എടുക്കാം. പോയിന്റ് എടുക്കാത്ത കേസ് ഞാൻ പറയാം. 3 പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ്, 3 നെഗറ്റീവ് ആണെങ്കിലോ 7th. ബാക്കിയുള്ളത് വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും ഉചിതം. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് 3 points are the vertices of an isosceles triangle. Isosceles triangle പ്രത്യേകം എന്താ? 2 സൈഡ് ഈക്വൽ. സപ്പോസ് നിങ്ങൾ ഈ 3 സൈഡിൽ ആദ്യത്തെ 2 സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ 3ാം സൈഡ് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം 2 സൈഡ് ഈക്വൽ ആണ്. സ്വാഭാവികമായിട്ട് 3ാം സൈഡ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല.
ഐസോസെൽസ് ട്രയാങ്കിളിന്റെ എന്താ പ്രത്യേകത? രണ്ട് സൈഡ് ഈക്വൽ ആയാൽ മതി. ഞാൻ ഡിസ്റ്റൻസ് ഫോർമുല നേരത്തെ പോലെ ഒരു തവണ എഴുതാണ്. x2 minus x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square. ആദ്യം തന്നെ ഈ പേര് കൊടുക്കാണ് ABC. AB എഴുതാണ് നേരത്തെ പോലെ തന്നെ AB എഴുതാം. 0യും 4ഉം 0നും 4 തമ്മിൽ ഡിഫറൻസ് 4. 4ന്റെ സ്ക്വയർ എത്രയാ? 16. 7ഉം 9ഉം സെയിം സൈൻ അല്ലേ? കുറയ്ക്കുക. 7ന്ന് 9 7 കുറയ്ക്കുമ്പോൾ എത്രയാ? 2. 2ന്റെ സ്ക്വയർ 4. അടുത്തതോ -10ഉം -6ഉം സെയിം സൈൻ അല്ലേ? 10ന്ന് 6 കുറയ്ക്കുക. 4. 4ന്റെ സ്ക്വയർ എത്രയാ? 16. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ റൂട്ട് 36 വരും. റൂട്ട് 36 എത്രയാ? 6. ഇനി നമുക്ക് അടുത്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. AC എന്ത് വരും? AC ഈ പോയിന്റും ഈ പോയിന്റും എടുക്കണ്ടേ? 0യും 1ഉം ഡിഫറൻസ് എത്രയാ? 1. 1ന്റെ സ്ക്വയർ എത്രയാ? 1. 7ഉം 6ഉം ഡിഫറൻസ് എത്രയാ? 7ഉം 6ഉം സെയിം സൈൻ അല്ലേ? സെയിം സൈൻ വരുമ്പോൾ എന്ത് എഴുതണം? കുറയ്ക്കണം. ഓപ്പോസിറ്റ് സൈൻ വരുമ്പോൾ കൂട്ടണം. 7ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 1. 1ന്റെ സ്ക്വയർ 1 തന്നെ. -10ഉം -6ഉം -10ഉം -6ഉം എന്താ? സെയിം സൈൻ ആണ്. 10ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 4. 4ന്റെ സ്ക്വയർ എത്രയാ? 16. ഇത് കൂട്ടുമ്പോൾ റൂട്ട് 18 എന്ന് വരും. ഇനി ലാസ്റ്റ് ലെങ്ത്. ആ ലെങ്ത് അതായത് BC ഒന്നെങ്കിൽ 6 ആവണം അല്ലെങ്കിൽ റൂട്ട് 18 ആവണം. എങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ഐസോസെൽസ് ട്രയാങ്കിൾ ആവുള്ളൂ. സപ്പോസ് ഈ രണ്ട് ഡിസ്റ്റൻസ് എനിക്ക് ഈക്വൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ മൂന്നാമത്തെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ വെച്ച് എഴുതാം. 2 sides are equal. Therefore ABC is a എന്താ? ഐസോസെൽസ് ട്രയാങ്കിൾ എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് BC കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് ഫോർമുല ഒരു തവണ എഴുതിയാൽ മതി. 1ഉം 4ഉം സെയിം സൈൻ. കുറച്ചിട്ട് സ്ക്വയർ ചെയ്യാം. 4 എന്ന് പറയുമ്പോൾ 3. 3ന്റെ സ്ക്വയർ എത്രയാ? 9. അതുപോലെ തന്നെ 9ഉം 6ഉം സെയിം സൈൻ. 9 6 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 3. 3ന്റെ സ്ക്വയർ എത്രയാ? 9. -6ഉം -6ഉം സെയിം നമ്പർ അല്ലേ? സെയിം സൈൻ അല്ലേ? ഉത്തരം എന്തായിരിക്കും? 0. എന്തോന്നു? റൂട്ട് 18. രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ അല്ലേ? AC ഈക്വൽ ടു BC. 2 sides are equal. അതുകൊണ്ട് ഇത് എന്താണ്? ഐസോസെൽസ് ട്രയാങ്കിൾ ആണ് എന്ന് എഴുതാം. മക്കളെ, നമ്മളിപ്പോ ഒരു 30 ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ചെയ്ത് പഠിച്ചത്. ഇതിലുപരി ട്രിഗണോമെട്രിയിൽ ധാരാളം ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട്. ലിമിറ്റ്സിലുണ്ട്, അതുപോലെ തന്നെ സീക്വൻസിലുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല. സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വസ്റ്റ്യൻസിലുണ്ട്. കൂടുതൽ ഇമ്പോർട്ടൻസ് ആയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൂടെ തന്നെ പഠിക്കണം. കാരണം വേറെ ഒന്നുമില്ല, വെയിറ്റേജും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മോഡൽ എക്സാമിന്റെ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേ പാറ്റേൺ തന്നെ ആയിരിക്കും മാർക്കിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ വരിക. അപ്പോൾ കൂടുതൽ മാർക്കുള്ള ചാപ്റ്റേഴ്സ് ആയ ട്രിഗണോമെട്രി, ലിമിറ്റ്സ്, സീക്വൻസ്, അതുപോലെ തന്നെ ഏതൊക്കെയാ? സ്ട്രേറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സിനൊക്കെ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇക്വേഷൻസ് എഴുതി തന്നെ പഠിക്കുക, കണക്കുകൾ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നാളത്തെ എക്സാം, അടുത്ത ദിവസം വരുന്ന എക്സാമിന് എല്ലാ കുട്ടികളും നല്ല രീതിയിൽ എക്സാം പ്രിപ്പയർ ചെയ്ത് തന്നെ പോവാം. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, തകർത്ത എക്സാം എഴുതാം. ഓക്കെ.